രഘുവണ്ണ, നിങ്ങൾ വാങ്ങിച്ച പൈസ ഇതുവരെ തന്നിട്ടില്ല. തരാൻ ഉദ്ദേശമില്ലേ? ഉദ്ദേശമില്ലെങ്കിൽ വാങ്ങിക്കാൻ എനിക്കറിയാം. ഇപ്പം പോയതിൻ്റെ ഭാഗ്യം. പഴയ രഘുവണ്ണനെങ്കിലേ അടിച്ചോൻ്റെ കണ്ണു മുറിച്ചിട്ടുണ്ടാവും. പണ്ടത്തെ രഘുവണ്ണ സൂപ്പറാ. സൂപ്പറാണെന്നാ ജിതേ പറഞ്ഞു കൊടുക്കടാ പഴയ രഘുവണ്ണൻ്റെ വീര കഥകൾ. പണ്ട്, വളരെ പണ്ട്, നമ്മളെ കുട്ടികളേനും കണ്ണാടിപ്പറമ്പ് അമ്പലത്തിലെ ഉത്രവിളക്ക് മഹോത്സവം നടക്കലേനും. അന്ന് രാത്രി കാട്ടാമ്പള്ളിയിലെ പിള്ളറുമായിട്ട് രഘുവണ്ണനൊന്ന് കോർത്ത് രഘുവണ്ണൻ ഒറ്റക്ക്, രഘുവണ്ണൻ അന്ന് ചെന്നൈയിലേനല്ല, ഇവിടെ ലീവിന് വന്നല്ലേ, രഘുവണ്ണൻ ഒറ്റക്ക് ഇവർ 10-15 പിള്ളറും അമ്പലപ്പറമ്പിൽ രഘുവണ്ണൻ്റെ ചുറ്റും ഇവർ കൂടി നിന്ന്. പിന്നെ അടി തുടങ്ങിയില്ലേ എൻ്റെ മോനെ, ഫുള്ള് പൊടിയനും, ഒന്നും കാണാൻ പറ്റില്ല. ജിതി ബാക്കി ഞാൻ പറയാം. അടിയെന്ന് പറഞ്ഞാൽ മോനെ 1-1.5 അടിയാണ്. പൊടിപടലങ്ങളൊക്കെ അടങ്ങിയ ശേഷമാണ് ഒരബദ്ധം പറ്റിയത്. 3 ആനയെ കാണാനില്ല. ഒരാന വയറിൻ്റോട്, രണ്ടാമത്തെ പുലിപ്പി പാലത്തിൻ്റെ മുകളിൽ നിന്ന് കിട്ടി. ഒന്നും കൂടിയില്ലേ? മറ്റേതിപ്പോഴും നിഗൂഢമായി രഹസ്യം കിടക്കുവാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ മുതലാളി പിറ്റേന്ന് രാവിലെ ഈ കാണാതായ ആനേൻ്റെ മുതലാളി വന്നിട്ട് രഘുവണ്ണൻ്റെ വീട്ടിൽ കുഴപ്പാക്കി. പക്ഷെ രഘുവണ്ണൻ വിട്ടുകൊടുത്താ കയ്യിൽ നിന്ന് ATM കാർഡ് ചാടി കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുള്ള പണം എടുത്തു പോയിക്കോന്ന്. അങ്ങനെയുള്ള രഘുവണ്ണൻ എന്നെ നക്കാപ്പിച്ചക്കാ വന്നിട്ട് ആ നായി ചീത്ത പറഞ്ഞേ അല്ലേ രഘുവണ്ണ? രാജു, കടുപ്പം കൂട്ടിട്ട് മധുരം കുറച്ചൊരു ചായ. ഓടിപ്പായും രഘുവണ്ണൻ, റാക്കം ബോബിൻ പവറാണ്, പോലും പുല്ലാണ് അണ്ണൻ, അണ്ണൻ രഘുവണ്ണൻ.